ഹലോ ഗേസ്, ആശിഷ് ടോക്കിലേക്ക് സ്വാഗതം. സഞ്ജു സാംസനെ കുറിച്ചാണ് നമുക്ക് അല്പനേരം ചിന്തിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഈ അവസാന 10 കൊല്ലം ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ് കളിച്ച അതികായകനായ ഈ ഇന്ത്യൻ സ്റ്റാർ ബാറ്റ്സ്മാനായ സഞ്ജു സാംസൺ കഴിഞ്ഞ സീസണുകളിൽ 3 സെഞ്ചുറി അടുപ്പിച്ച് അടിച്ച കായിക താരമായ സഞ്ജു സാംസൺ സച്ചിൻ്റെയും ഗാംഗുലിയുടെയും ദ്രാവിഡിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ആയിരുന്നുവെങ്കിൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയേനെ എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് അങ്ങനെ ഒരു താരത്തിനെ ആവശ്യമില്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് T20 ക്രിക്കറ്റിൽ അവിടെ ബെഞ്ചിലിരിക്കേണ്ട വന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ. എന്നാൽ ഇപ്പോഴത്തെ T20യിലും ആദ്യത്തെ ഈ ഗ്രൂപ്പ് കളികളിൽ ബെഞ്ചിലിരിക്കേണ്ട വന്ന ഒരു താരമായി മാറി. എന്ത് ശോചനീയമായ ഒരവസ്ഥയാണ്. ഒരു സൂപ്പർ സ്റ്റാർ ബാറ്റ്സ്മാന് ഒരു ടീമിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ടീമിന് ആവശ്യമുണ്ടെങ്കിൽ വേണമെന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു സീനിയർ താരമെന്ന നിലയിൽ ഈ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ബാറ്റ്സ്മാനെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് കഴിയാത്തത് എന്ന് നാം ചിന്തിക്കണം. ഒരു 10 കൊല്ലത്തിലധികമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ ശോഭിച്ചുകൊണ്ടിരുന്ന, വേണ്ട വിധത്തിൽ ആവറേജിന് മേളിൽ കളിക്കുന്ന ഒരു താരമെന്ന നിലയിൽ ഇങ്ങനെയാണോ സഞ്ജു സാംസനെ പരിഗണിക്കേണ്ടത്? ജൂനിയർ താരങ്ങൾ അല്ലെങ്കിൽ പുതിയ താരങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് പരിഗണന കൊടുത്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ താരത്തെ മാറ്റി നിർത്തുകയാണ്, ബെഞ്ചിലിരുത്തുകയാണ്. ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? സീനിയർ താരങ്ങൾക്ക് 1ാം സ്ഥാനം നൽകുന്ന അനുഭവമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സഞ്ജു സാംസനെ മാത്രം ഇങ്ങനെ തഴയുന്ന, അവഗണിക്കുന്ന, മനഃപൂർവമായിട്ട് അവനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അഭിഷേക് ശർമ്മയൊക്കെ നല്ലവണ്ണം കളിക്കുന്ന താരമാണ്, കാര്യം ശരിയാ. പക്ഷെ സീനിയർ താരമെന്ന നിലയിൽ അദ്ദേഹത്തെ പരിഗണിച്ചിട്ട് വേണ്ടേ എത്ര സൂപ്പർ സ്റ്റാർ ബാറ്റ്സ്മാനെയും പരിഗണിക്കേണ്ടത്? ഇവരെ തിലക് വർമ്മ, ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, ഇവരൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു സൂപ്പർ സ്റ്റാർ ബാറ്റ്സ്മാൻ. ചിന്തിക്കണം. വർഷങ്ങളായിട്ട് ഇന്ത്യൻ ടീമിലുള്ള ഒരു താരമാണ്. അദ്ദേഹത്തെ ഇങ്ങനെയാണോ പരിഗണിക്കേണ്ടത്? ഇന്ത്യൻ ടീം ഇങ്ങനെയാണോ, ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഒരു സൂപ്പർ സ്റ്റാർ ബാറ്റ്സ്മാനെ ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബാറ്റ്സ്മാനായിട്ട് ഈ സീനിയർ താരം മാറിയിരിക്കുന്നത്, അദ്ദേഹത്തെ തഴയുന്നത് അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനമായിട്ട് അതെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെയാണോ ഒരു സീനിയർ ബാറ്റ്സ്മാനോട് കാണിക്കേണ്ടത്? ശിഖർ ധവാൻ ആയിക്കൊള്ളട്ടെ, അവരൊക്കെ ശിഖർ ധവാനേക്കാളും എത്രയോ പടി മുന്നിലാണ് സഞ്ജു സാംസൺ. അവരൊക്കെ KL രാഹുൽ ആയിക്കൊള്ളട്ടെ, KL രാഹുലൊക്കെ എത്ര നാൾ തുഴഞ്ഞിട്ടാണ് ടീമിൽ ഇന്നുള്ള ആ സ്ഥിരമായ പ്രകടനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങൾ 20% പോലും സഞ്ജു സാംസണിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്.
കെ എൽ രാഹുലിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. തുടക്കത്തിലൊക്കെ ധോനി എത്രയോ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എത്രയോ അവസരങ്ങൾ പാഴാക്കിയിട്ടുള്ള മനുഷ്യനാണ് കെ എൽ രാഹുൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ ഇത്രയും ഡിമാൻഡ്, പ്ലെയേഴ്സിന് വിലയില്ലാത്ത രീതിയിൽ പ്ലെയേഴ്സിനെ ഇങ്ങനെ